Hello everyone, welcome back to Xylem Genius YouTube channel. നമ്മൾ ഇന്നുള്ളത് KPS with MIQന്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം JEE മെയിൻ മാത്തമാറ്റിക്സ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല ഉപയോഗിച്ച് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ആയിരിക്കില്ല മിക്കവാറും. പകരം നമുക്കറിയാവുന്ന കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഉപയോഗിച്ച് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കേണ്ടതായിരിക്കും. അപ്പോൾ ഈ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതെങ്ങനെ ചിന്തിക്കണം, തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എങ്ങനെ അനലൈസ് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങനെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് ആൻസറിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് എങ്ങനെ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സീരീസാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കാൽക്കുലസിലേക്കാണ് പോകുന്നത്. എല്ലാവരും ആവശ്യപ്പെട്ടതിനനുസരിച്ച് പ്രത്യേകിച്ച് ലിമിറ്റ്സിലൊരു പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. 2023 JEE മെയിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് t ടെൻഡിങ് ടു 0 1/1/sin² plus 2/1/sin² plus up to n/1/sin² whole raised to sin² എന്നതാണ് ഈ ചോദ്യം. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു പാനിക്കാണ് വരിക. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ n² അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് പ്രോബ്ലം കാണുമ്പോൾ ചിലപ്പോൾ ലിമിറ്റ് പ്രോബ്ലത്തിൽ ഒന്നിലധികം സിമ്പിൾസ് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടാവും. ഇവിടെ ഫോർ എക്സാമ്പിൾ ടി എന്ന് പറഞ്ഞ സിമ്പിളുണ്ട്, n എന്ന് പറഞ്ഞ സിമ്പിളുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആസ് ഫർ as the limit is concerned the variable is t ആണ് ഇവിടുത്തെ വേരിയബിൾ. ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. 1, 2 അങ്ങനെ n വരെയുള്ള നമ്പറുകളെല്ലാം ഇവിടെ കോൺസ്റ്റന്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. പകുതി പേടി മാറി കിട്ടി. ഇവിടെ ഒറ്റ വേരിയബിൾ ഉള്ളൂ, ടി ആണ്. t ടെൻഡിങ് ടു 0 ആണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ sin² ടിയും 1/sin² ടി ഒക്കെ ഉണ്ട്. ടി വാല്യൂ 0 ആകുമ്പോൾ ശരിക്കും ഈ sin² ടി വാല്യൂ 0 ആവുകയാണ്. ഈ 1/sin² ടി വാല്യൂകളെല്ലാം ഇൻഫിനിറ്റി ആവുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ sin² ടിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ഇത് 0യിലേക്ക് മാറ്റണം, ഇതിന് ഇൻഫിനിറ്റിയിലേക്കൊക്കെ പോക്കണം എന്നുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഫോം തന്നിരിക്കുന്നത്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി മേ ബി തന്നതായിരിക്കും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ആ വൃത്തികൾ എടുത്ത് മാറ്റുന്നു. നമ്മളുടെ ബുദ്ധിമുട്ട് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് റീപ്ലേസ് ചെയ്യുന്നു. സോ മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഒബ്സർവ് ദാറ്റ് ദ വേരിയബിൾ ഇസ് ടി. ബാക്കിയുള്ളതൊന്നും വേരിയബിൾസ് അല്ല, അതെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 1/sin² ടിയെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, സം എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. 1/sin² ടീനെ സം എക്സ് എന്ന് വിളിക്കാൻ പോവാം. ഞാൻ 1/sin² ടീനെ ഞാൻ എക്സ് എന്ന് വിളിക്കാൻ പോവാം. അപ്പോൾ എക്സ് വേറെ എവിടെയും വന്നിട്ടില്ല, അതുകൊണ്ട് പുതിയൊരു വേരിയബിൾ 1/sin² ടി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ sin² ടി എന്ന് പറഞ്ഞ സാധനം 1/x ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ടി വാല്യൂ ടെൻഡിങ് ടു 0 ആയതുകൊണ്ട് നമ്മുടെ എക്സ് വാല്യൂ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, sin² ടി വാല്യൂ അഥവാ 1/x വാല്യൂ 0യിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ ചോദ്യം ഇങ്ങനെയായി മാറിയില്ലടാ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 1/x പ്ലസ് 2/x അങ്ങനെ പോയി n/x ഹോൾ റേസ് ടു sin² ടി എന്ന് പറയുന്ന സാധനം 1/x ആണ്. എക്സ് ടെൻഡിങ് ടു 0 അല്ല, എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x പ്ലസ് 2/x പ്ലസ് അപ് ടു n/x ഹോൾ റേസ് ടു 1/x ഫോമിലായില്ലേ? ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടല്ലോ. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ 1/x 2/x അങ്ങനെ n/x ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇൻ ജനറൽ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ നമ്മൾ പരിചയപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ് എന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. സോ when you have an expression of the form a raised to x, ഇതിനെ നമ്മൾ യൂഷ്വലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ പ്രോപ്പർട്ടി ഈ എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ടാവുക. ഓഫ് കോഴ്സ് എ എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ a raised to x എടുക്കുമ്പോൾ എ വാല്യൂ 1നേക്കാൾ വലുതാവാം, 0നും 1നും ഇടയിലാവാം. ഓക്കെ, അപ്പോൾ 2 കേസും നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. ഞാൻ f(x) is equal to a raised to x എടുത്തു ആൻഡ് യുവർ എ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1 കേസ് എടുക്കാൻ പോവാം. എ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 കേസ് എടുക്കുമ്പോൾ നോക്കിക്കേടാ, ഇത് ഫോർ എക്സാമ്പിൾ f(x) is equal to 2/x. എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ f(x) is equal to 2/x. ഈ 2/x എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഒരു റൈസിങ് എക്സ്പോണൻഷ്യലാണ്.
നോക്കിക്കുക എക്സ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് 2 power 1 2 power 2 2 power 3 അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബ്ലോ അപ്പ് ചെയ്യും ഭയങ്കര വാല്യൂസ് വേഗം വേഗം കൂടി പോകും അതുകൊണ്ടാണ് നമ്മൾ അതിനെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് സോ അതിൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് ഉണ്ടാവാം ഓക്കെ ആൻഡ് ദിസ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ വാല്യൂ എന്താവുന്നുണ്ട് 1 ആവുന്നുണ്ട് സോ ദിസ് ഇസ് യുവർ എക്സ് ആൻഡ് ദിസ് ഇസ് യുവർ എഫ് ഓഫ് എക്സ് അറിയാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെൻ യു ഹാവ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ പവർ എക്സ് ആസ് ലോങ് ആസ് എ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1 ഈ നമ്പർ ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് ഓക്കെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എ റൈസ് ടു എക്സ് വെൻ എ ഇസ് ഗ്രേറ്റർ ദാൻ 1 ഇസ് ഇൻഫിനിറ്റി അതാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ച പാഠം അത് ഗ്രാഫിൽ നിന്ന് ക്ലിയർ അല്ലേ നോക്കിക്കേ നമ്മൾ എക്സ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് യെസ് റൈറ്റ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം നമ്മൾ എടുക്കാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ പവർ എക്സ് വെൻ യുവർ എ വാല്യൂ ഇസ് ബിറ്റ്വീൻ 0 and 1 ആണ് ഓക്കെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് റേസ് ടു എക്സ് എടുക്കാൻ പോവാം ഹാഫ് റേസ് ടു എക്സ് അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കിക്കേടാ അതിൻ്റെ ഗ്രാഫ് വരാൻ പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഹാഫ് റേസ് ടു 0 1 ഹാഫ് റേസ് ടു 1 ഹാഫ് കുറഞ്ഞു ഹാഫ് റേസ് ടു 2 1/4 ഹാഫ് റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 1/8 കുറഞ്ഞു വരികയാണ് അല്ലേ അപ്പോൾ വാല്യൂസ് കുറഞ്ഞു വരുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഫോളോയിങ് എക്സ്പോണൻഷ്യലാണ് എക്സ് വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്തിലേക്ക് പോകുന്നു 0യിലേക്ക് പോകുന്നു അപ്പോൾ നമുക്കിവിടെ മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ റേസ് ടു എക്സ് വെനെവർ യുവർ എ വാല്യൂസ് ബിറ്റ്വീൻ 0 and 1 ദിസ് ഈസ് ഗോയിങ് ടു 0 ഇതാണ് നമ്മളിപ്പോൾ പിടികിട്ടിയ അടുത്തൊരു കാര്യം ഓക്കെ ആൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ എ ഈസ് 1 ആകുമ്പോൾ അവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒന്നുമില്ല A1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ് എപ്പോഴും ഇനി 1 റേസ് ടു ഇൻഫിനിറ്റി എന്തിലേക്കാണ് പോകുന്നത് അത് 1ലേക്ക് തന്നെയാണ് പോകുന്നത് 1 റേസ് ടു 1 ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് റേസ് ടു സംതിങ് വിച്ച് ഇസ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി അതെന്തിലേക്കാണ് പോകുന്നത് 1ലേക്കാണ് പോകുന്നത് ഓക്കെ സോ നമുക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അതായത് ഇപ്പോൾ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1 റേസ് ടു എക്സ് അത് 1 തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സമ്മറൈസ് ചെയ്യാം സോ വെൻ യു ഹാവ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ റേസ് ടു എക്സ് അതിന് 3 പോസിബിലിറ്റീസ് ഉള്ളത് ദിസ് വിൽ ബി ഇൻഫിനിറ്റി വെനെവർ എ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ദിസ് വിൽ ബി 0 വെൻ യുവർ എ വാല്യൂ ഇസ് ബിറ്റ്വീൻ 0 and 1 ആൻഡ് ദിസ് വിൽ ബി 1 ഇറ്റ് സെൽഫ് വെൻ യുവർ എ വാല്യൂ ഇസ് 1 ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഓക്കെ ഇത് പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവേഷനാണ് ക്വസ്റ്റ്യനിൽ 1 റേസ് ടു എക്സ് 2 റേസ് ടു എക്സ് 3 റേസ് ടു എക്സ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഓക്കെ സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഒബ്സർവ് അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ നമ്പർ പോകുന്നത് എന്തിലേക്കാണ് 1 റേസ് ടു എക്സ് 1ലേക്കാണ് പോകുന്നത് 2 റേസ് ടു എക്സ് ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് ഇതെല്ലാം ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അപ്പോൾ മൊത്തം ബേസ് മുഴുവൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു ഇൻ 1/x പോകുന്നത് 0യിലേക്കാണ് അപ്പോൾ അത് ഇൻഫിനിറ്റി റേസ് ടു 0യിലുള്ള ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് എന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ യെസ് ആൻഡ് ഇനി നമ്മൾ ഫർദർ ബേസിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുകളുടെ സമ്മാണ് തന്നിരിക്കുന്നത് 1 റേസ് ടു എക്സ് പ്ലസ് 2 റേസ് ടു എക്സ് അങ്ങനെ കുറേ എണ്ണം തന്നിരിക്കുക അപ്പോൾ സമ്മ് വന്നാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാനുള്ള ട്രിക്കാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത് ആ ട്രിക്കൊന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്തേ സപ്പോസ് വെൻ യു ഹാവ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി യു ഹാവ് 2 എക്സ്പോണൻഷ്യൽസ് എ റേസ് ടു എക്സ് പ്ലസ് ബി റേസ് ടു എക്സ് ഉണ്ട് ആൻഡ് റേസ് ടു 1/x ഫോമിലുള്ളൊരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ ആൻഡ് ഓഫ് കോഴ്സ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് നമ്പേഴ്സ് അതിൽ വലിയ നമ്പർ ബി ആണെന്ന് വിചാരിച്ചോളൂ വലിയ നമ്പർ ബി ആണെന്ന് വിചാരിച്ചോളൂ നമ്മളിതിൽ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എക്സാമ്പിൾ കാണിക്കാം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 3 റേസ് ടു എക്സ് പ്ലസ് 4 റേസ് ടു എക്സ് ഹോൾ റേസ് ടു 1/x ആണെന്ന് വിചാരിച്ചോ നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ 4 റേസ് ടു എക്സിനെ പുറത്തേക്ക് എടുക്കാൻ പോവാം ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് 4 റേസ് ടു എക്സ് പുറത്തെടുക്കാൻ പോവാം സോ ദിസ് ബിക്കംസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 4 റേസ് ടു എക്സ് പുറത്തേക്ക് വരുന്നു 4 റേസ് ടു എക്സ് പുറത്തേക്ക് വന്നാൽ 4 റേസ് ടു എക്സ് പുറത്തേക്ക് വന്നാൽ ബാക്കിയുള്ളത് 3 റേസ് ടു എക്സ് ബൈ 4 റേസ് ടു എക്സ് 3 റേസ് ടു എക്സ് ബൈ 4 റേസ് ടു എക്സ് പ്ലസ് 4 റേസ് ടു എക്സ് ബൈ 4 റേസ് ടു എക്സ് ഇപ്പോഴും ഹോൾ റേസ് ടു എന്തുണ്ട് 1/x ഉണ്ട്
അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഉള്ളിലുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ള സംഭവം ഇപ്പോൾ രണ്ട് പ്രോഡക്റ്റ് പോലെയായി. ഇപ്പോൾ 4^x-നും (1/x) ഉണ്ട്, പിന്നെ മറ്റേ ബ്രാക്കറ്റിലുള്ള ടേമിനും എന്തുണ്ട്, (1/x) ഉണ്ട്. അപ്പോൾ ദിസ് ബിക്കംസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 4^x (1/x) എന്തായി, അത് 4 ആയി. 4 ഇൻറ്റു ആൻഡ് 3^x/4^x എന്ന് പറഞ്ഞ സാധനം 3/4^x ആയി. ആൻഡ് 1^x, അത് 4^x/4^x എന്തായി മാറി, 1 ആയി മാറി. ഓക്കെ, 1 ആയി മാറി. ഓഫ് കോഴ്സ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1^x എന്ന് പറഞ്ഞ സാധനം എന്തായി പോവാണ്, 1 ആയി പോവാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കടാ, നമ്മൾ 3/4^x ഉണ്ടല്ലോ, 3/4^x നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർ ഫ്രാക്ഷൻ റേസ് ടു ഇൻഫിനിറ്റി ഫോം അല്ലേ, a^x ഫോമിലാണ്, പക്ഷെ 3/4 കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിതിനെ എന്താക്കി മാറ്റാം, ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ 1/x ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ എന്താക്കി മാറ്റാം, ഇതിനെ 0 ആക്കി മാറ്റാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോം എന്തിലേക്ക് പോയിട്ടുണ്ടാവും, 0യിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ ബേസ് ഈ സംഭവം 0 + 1 1 ആയി പോയിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ 1^0 ആയിട്ടുണ്ടാവും. 1^0 ഫോമിലുള്ള സാധനം എന്തല്ല, ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ല. 1^0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ മൊത്തത്തിൽ 1ലേക്കായി മാറിക്കഴിഞ്ഞു. 1ലേക്കായി കഴിഞ്ഞു ഇതിൻ്റെ വാല്യൂ. അപ്പോൾ 4 × 1, ദി ആൻസർ വിൽ ബി 4. ദി ആൻസർ വിൽ ബി 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ദിസ് ആൻസർ വിൽ ബി നത്തിങ് ബട്ട് ബി. കാരണം വലിയ നമ്പർ ബി ആയിരിക്കും അവിടുത്തെ ആൻസർ വരാൻ പോകുന്നത്. കാരണം b^x നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. b^x (1/x) ബി ആയിട്ട് പുറത്തുണ്ടാവും അവിടെ. പിന്നെ a/b(x) ആസ് എക്സ്റ്റെൻഡിങ് ടു 0. a/b എന്ന് പറഞ്ഞ നമ്പർ എന്തായി മാറി, 1നേക്കാൾ ചെറിയൊരു പ്രോപ്പർ ഫ്രാക്ഷനായി മാറി. അപ്പോൾ a/b(x) എന്നുള്ള സാധനം എന്തായി മാറി, 0യിലേക്ക് പോയി. ബാക്കി b(x/b(x) എന്തായി 1 ആയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതിൻ്റെ ബേസ് 0 + 1 1 ആയിട്ടുണ്ടാവും. എക്സ്പൊണൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ 1^0 1ലേക്ക് പോയിട്ടുണ്ടാവും. പുറത്ത് പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബി പുറത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ b × 1 ബി ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ലോജിക്ക് ഉപയോഗിച്ച് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാം. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കാം. നമ്മുടെ കയ്യിൽ 1^x ഉണ്ട്, 1^x ഉണ്ട്, 2^x ഉണ്ട്, 3^x, അങ്ങനെ പോയി ഇവിടെ n-1^x ഉണ്ടാവും, പ്ലസ് n^x ഉണ്ടാവും, (1/x). അപ്പോൾ നേരത്തെ പോലെ തന്നെ അതിൽ ഏറ്റവും വലിയ നമ്പറായ n^x പുറത്തേക്ക് എടുക്കാൻ പോവാം. സോ ദിസ് ബിക്കംസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. n^x പുറത്തേക്ക് എടുക്കുമ്പോൾ ദിസ് ഇസ് n^x ഇൻറ്റു 1/n^x പ്ലസ് 2/n^x പ്ലസ് 3/n^x പോയി n-1/n^x പ്ലസ് n^x/n^x എന്തായി 1 ആയിപ്പോയി, ആൻഡ് (1/x). ഇനി എന്താ സംഭവിക്കണേ, ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ദിസ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു 1/n^x പ്ലസ് 2/n^x പ്ലസ് 3/n^x അങ്ങനെ പോയി n-1/n^x പ്ലസ് 1 (1/x). ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, 1/n എന്ന് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷനായി. (x) അത് 0 ആയിപ്പോയി. കാരണം പ്രോപ്പർ ഫ്രാക്ഷൻ റേസ് ടു ഇൻഫിനിറ്റി 0യിലേക്ക് പോകുന്നു. ഈ ടേം 0യിലേക്ക് പോകുന്നു, ഇത് 0യിലേക്ക് പോകുന്നു. അങ്ങനെ n-1/n is still a fraction less than 1. സം നമ്പർ ലെസ് ദാൻ 1. 0നും 1നും ഇടയിലുള്ള ഒരു നമ്പർ റേസ് ടു ഇൻഫിനിറ്റി അതെന്തിലേക്കാണ് പോവുക, 0യിലേക്കാണ് പോകുക. നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ 0യിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം 0, ഒരാൾ മാത്രം 1 ഉണ്ട്. അപ്പോൾ ബേസ് മുഴുവൻ ആഡ് ചെയ്താൽ 1 ആണ് വരാൻ പോകുന്നത്. ആൻഡ് 1 റേസ് ടു എക്സ്പൊണൻറ്റിലുള്ള ആളാരാ, 1/x ആണ്, വിച്ച് ഇസ് 0. 1^0 എന്തിലേക്കാണ് പോണേ, 1ലേക്കാണ് പോണേ. അപ്പോൾ മൊത്തത്തിൽ ഈ ടേം എന്തായിപ്പോയി, 1 ആയിപ്പോയി. ആൻഡ് ദ ലിമിറ്റ് ഈസ് n × 1 അഥവാ n. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ n ആണ് നമ്മുടെ ആൻസർ കിട്ടുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ലോജിക്ക് അറിയുന്ന ഒരാൾക്ക്, ഈ കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് ആക്ച്വലി 30 സെക്കൻഡ്സിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം, പക്ഷേ 30 സെക്കൻഡ്സിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി a^x വന്നാൽ എൻ്റെ വാല്യൂവിനനുസരിച്ച് അത് പല വാല്യൂസ് എടുക്കും. a 0നും 1നും ഇടയിലാണെങ്കിൽ അത് പ്രോപ്പർ ഫ്രാക്ഷൻ റേസ് ടു ഇൻഫിനിറ്റി 0. a വാല്യൂ 1 ആണെങ്കിൽ
അത് 1/xi അത് 1 തന്നെയാണ്. ഓക്കെ, a ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് റൈസിങ് എക്സ്പോണൻഷ്യൽ ആണ്, അത് ഷൂട്ട് അപ്പ് ചെയ്യാൻ പോവാണ്, ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പോവാണ്. അതേപോലെ അടുത്ത കാര്യം എന്താണ്, എക്സും വൈയും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി x⁻n + y⁻n ഹോൾ റേസ് ടു 1/n, അത് വലിയ നമ്പർ y ആയിരിക്കും അതിൻ്റെ ആൻസർ. നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ള് കണ്ട് ഒരു തവണയും കൂടി ഒന്നും കൂടി കേൾക്കുക. അതിൽ കുറേ പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ട്, അതെല്ലാം ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വീഡിയോ എന്ത് ചെയ്യണം, ഈ വീഡിയോ മാത്രമല്ല KPS സീരീസിലുള്ള എല്ലാ വീഡിയോയും നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഓരോന്നും പോയിന്റുകളാണ്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിൽ അറിയിക്കണം, നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് വേണ്ടത്, ഏത് ഐഡിയാസാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സീ യു, ബൈ ബൈ.